He's just a male chauvinist pig. യമുന, എന്തിനാ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു? എത്ര വർഷങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇങ്ങനെ സംസാരിക്കണോ? ശരി, തെറ്റല്ല എന്റേതാണെന്ന് വെച്ചോളൂ. എനിക്ക് വേണ്ടിയോ നിനക്ക് വേണ്ടിയോ അല്ല, മേഘയ്ക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം തുടങ്ങിക്കൂടെ യമുനെ? എന്ത് വഴി? എത്ര വർഷമായിട്ട് അവളെ എൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വളർത്തിയത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടാവും, കണക്കറിയാമോ? ഇപ്പൊ നിങ്ങൾ മകളെ പങ്കുവയ്ക്കാൻ വന്നിരിക്കുക. ഇത്രയും കാലം എവിടെയായിരുന്നോ, എങ്ങനെയൊക്കെ മകളെ വളർത്തിയെന്നോ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തിനെങ്ങനെ പഴയത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? യമുന, what is this? വെളിയിൽ പോടാ. What is this? Hey. What is this? Leave me. Leave me. Hey. I want to see Megha. Oh. Megha, what are you doing? Hey. I want to see my daughter Megha. Leave me. Hey. Megha. I want to see my daughter. Leave me. Vidan. ഇനി മേഘ ഇനി എത്ര ട്രൂപ്സ് പാടണം? 6 ട്രൂപ്സ്. നമ്മൾ 7ാമത് പാടണം. ഒരു പാട്ടിന് 6 മിനിറ്റ് ആയാൽ 6 പാട്ടിന് എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും അല്ലേ? അതിനുള്ളിൽ മേഘ ഇവിടെ എത്തുമോ? വരാൻ സമ്മതിക്കില്ല. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഞാൻ പോവാം. മേഘയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. അതിനുള്ളിൽ പ്രോഗ്രാം അനൗൺസ് ചെയ്താൽ എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ? ശരി. ഓക്കെ? ശരി. ജയിക്കണം. ഷുവർ. ഓക്കെ, അതാണ് മുഖ്യം. ഓൾ ദ ബെസ്റ്റ്. മേഘ, മേഘ, മേഘ. എന്താണ് മിസ്റ്റർ വിക്രം, ഈ നേരത്ത് നിങ്ങൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കേണ്ടതാണല്ലോ. എന്താണ് ഇവിടെ? യമുന, പ്ലീസ്, ഇപ്പൊ വേണ്ട. മേഘയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞതാ. നിങ്ങൾ ഹൈപ്പർ സെൻസിറ്റീവ് ടൈപ്പ് അല്ലേ? മനസ്സിലായി കാണുമല്ലോ. അവൾ ഇനി പാടല്ല. നീ ഇന്നലെ എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞേ? ആ കുറ്റച്ചാർത്തുകൾക്ക് മറുപടി പറയാൻ എനിക്ക് സമയമില്ല, ആവശ്യമില്ല. മേഘയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നിന്റെ അനുവാദവും എനിക്ക് ആവശ്യമില്ല. വാട്ട് ദ ഹെൽ ഈസ് ദിസ്? ഒരാളെ അടച്ചു വെക്കേണ്ട നിലയിലേക്ക് വന്നിരിക്കുന്നു. ആർ യു നോട്ട് അഷെയിംഡ്? അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. എന്റെ കൂടെ പാടുന്ന പാട്ടുകാരിയായോ നിന്റെ മകളായോ മേഘയെ പരിഗണിക്കാതെ ഒരു സഹകലാകാരിയായി അവളെ കാണാൻ നിങ്ങൾ എന്നെ ഒരു സഹകലാകാരിയായി കരുതിയിട്ടുണ്ടോ? ഇപ്പൊ ഇത്ര അനുതാപവും ദേഷ്യവും വെറുപ്പും വരുന്നുണ്ടല്ലോ. മനോവേദനയെ പറ്റി പറഞ്ഞില്ലേ? എനിക്കെന്ന് എന്തുമാത്രം വേദനിച്ചിരിക്കും. എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ അതിന് തയ്യാറെടുത്തിരുന്നത്. എന്നോട് നിനക്കുള്ള കോപത്തെ എന്തിനാ അവൾക്ക് നേരെ കാണിക്കുന്നത്? എന്നോട് പക വീട്ടുന്നതിന് എന്തിനാ അവളെ അടച്ചു വെച്ചിരിക്കുന്നത്? ഡോണ്ട് ബി ഇറാഷണൽ. നീ ഇഷ്ടപ്പെട്ടത്, ആഗ്രഹിച്ചത് ചെയ്യാൻ അനുവദിക്കാത്തതിനല്ലേ നീ വീട് വിട്ട് വെളി വന്നത്? ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം, അത് നിനക്ക് എത്ര മുഖ്യമോ അതുപോലെ തന്നെയാണ് മേഘയ്ക്കും. നീ ഈ ചെയ്തതിന് മേഘ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. ഞാൻ എന്തോ കരുതിക്കൂട്ടി മുൻധാരണയോടെ നിന്നെ മലേഷ്യൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്നല്ലേ നീ ഇപ്പോഴും കരുതുന്നത്? എന്നാൽ അതേപ്പറ്റി പറയാൻ നീ എനിക്കൊരു അവസരം പോലും തന്നില്ലല്ലോ. ഞാൻ പറയാൻ വന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെയല്ലേ നീ നിന്റെ പാട്ടിന് പോയത്?
ഞാനിപ്പോഴും പറയുന്നു, നിനക്ക് ആ ഇൻവിറ്റേഷൻ തരാത്തതിന്റെ പിന്നിൽ എനിക്കൊരു പങ്കുമില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നീ വിശ്വസിച്ചാലും ഇല്ലേലും ഐ ഡോണ്ട് കെയർ. ലിസൺ, നിന്നെ പോലെ എനിക്ക് സ്വന്തം ജീവിതം വേറെ, കല വേറെ എന്ന് തരം തിരിച്ച് കാണാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് രണ്ടും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ ഇല്ലാതെ, നമ്മുടെ മോളില്ലാതെ സംഗീതത്തെപ്പറ്റി മാത്രം എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഞാൻ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ആഗ്രഹിച്ച് ചെയ്യാനാവാതെ വരുമ്പോ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയോ? ആ വേദന ഹൈപ്പർ സെൻസിറ്റീവായ ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പല മടങ്ങ് ജാസ്തി അസഖ്യമാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിനക്ക് ആ അവസ്ഥയെ മേഘയിലൂടെ, നൃത്തത്തിലൂടെ അതിജീവിക്കാൻ കഴിഞ്ഞു. എനിക്ക് നീ എന്നെ മെയിൽ ഷോവനിസ്റ്റിക് പിഗ് എന്ന് വിളിച്ചില്ലേ? അതിന് പകരമായി നിന്നെ ഫീമെയിൽ ഷോവനിസ്റ്റിക് സ്വെയിൻ എന്ന് വിളിക്കാൻ എനിക്ക് എത്ര സമയം വേണം? But I couldn't do that for the simple reason that I loved you. നിന്റെ കളങ്കമില്ലാത്ത ഓപ്പൺ ടോക്ക്, വിശാലമായ മനസ്സ്, ഫെമിനിസ്റ്റ് വിഷൻ, പുരോഗമന ചിന്താഗതി, നേരെ അഹന്ത, ദേഷ്യം, ഇതൊക്കെയല്ലേ എൻ്റെ മനസ്സിനെ നിന്റെ മനസ്സിനോട് അടുപ്പിച്ച്. ഞാൻ എന്തുമാത്രം അഭിമാനിച്ചിരുന്നു നിന്നെ എനിക്ക് ലഭിച്ചതിന്. നീ നൃത്തം ചെയ്യാൻ പോകുന്നതിന് ഞാൻ എന്തിനു തടയണം? നിന്റെ നൃത്തം കണ്ടിട്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചത്. നിന്റെ കഴിവും പ്രശസ്തിയും കണ്ട് ഞാൻ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യോ അസൂയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ തൊഴിലിൽ ഞാൻ അതിൽ കൂടുതൽ നേടിയവനാ. നിന്റെ ആഗ്രഹത്തിന് ഞാൻ എപ്പോഴാണ് എതിര് നിന്നത്? നിന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് ഇതിലേറെ വിശദീകരണം നൽകാൻ എനിക്ക് നേരവുമില്ല, താല്പര്യവുമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് മേഘയെ തിരിച്ചു കിട്ടിയിരിക്കുക. അവളെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് ദിസ് പ്ലേസ് വിത്തൗട്ട് മേഘ. എങ്ങനെയായാലും ഞാൻ അവളെ കൊണ്ടുപോകും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ ചെയ്യേ. എനിക്ക് കൈവയ്ക്കാൻ അറിയാം. ഒരു കലാകാരൻ മറ്റൊരു കലാകാരന്റെ മേലെ എങ്ങനെ കൈവയ്ക്കും? Are you an artist or a henchman? മേഘ, 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 വാ, സമയ, come on, come on, come on, വാ. The last call for synthesis. Please come to the stage. Is there a call for synthesis? ഇപ്പോൾ ഞാൻ പാടാൻ പോകുന്നത് പാട്ടല്ല. പോപ്കോൺ സംഗീത മത്സരത്തിൽ വിജയിച്ച ടീം സിന്തസിസ്. ഈ പോപ്കോൺ സംഗീത ഉത്സവത്തിൽ വികാരങ്ങളെയും അനുഭൂതികളെയും രാഗമായി താളമായി അവതരിപ്പിച്ച് സിന്തസിസ് വിജയിച്ചിരിക്കുന്നു. ഇത് നിനക്ക് വേണ്ടിയാ. ഇല്ലാതെ വിജയം ഉണ്ടാവായിരുന്നില്ല.
പ്ലീസ് Take this. വാങ്ങിക്കേ. യെസ് Thank you. താങ്ക് യു. ഈ പ്രോഗ്രാം നീ കാണുന്നുവെങ്കിൽ ഇത് നിനക്കായി, നിനക്ക് വേണ്ടി. ഐ ലവ് യു മാ, ഐ ലവ് യു. പ്ലീസ് മാ. കം. മേഘ, ഓൾ ദി ബെസ്റ്റ്. കം. എന്തിനാ ഭയപ്പെടുന്നത്? കമാൺ. യമുന, യമുന. മേഘ, മേഘ, പ്ലീസ് കരയരുത്. മേഘ.